ഒരച്ഛനും അമ്മയും എക്കാലം നമ്മൾ നോക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയെ പഠിച്ചിട്ടൊരു ജോലി സമ്പാദിക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. അതുപോലെ എക്കാലവും ഇതൊന്നും നമുക്ക് കൊണ്ട് നിൽക്കുന്നതല്ല എന്നുള്ളൊരു മനോഭാവം. സുഹൃത്തുക്കളാകട്ടെ, ബന്ധുക്കളാകട്ടെ, അല്ല വസ്തുക്കളാകട്ടെ, അങ്ങനെ ഓരോന്നുകൊണ്ടും ആ ഒരു ഭാവത്തെ നമ്മൾ മനസ്സിൽ കാണണമെന്നുള്ളതാണ്. ആത്മീയം മനസ്സിലാക്കി പോകുമ്പോൾ ഇതിൽ നിന്നും ഒരു തത്വം നമുക്ക് ഗ്രഹിക്കാൻ, ജീവിത സന്ദേശമായിട്ട് ഗ്രഹിക്കാൻ സാധിക്കും. ഒരിക്കലൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം പട്ടണത്തിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം അദ്ദേഹത്തെ ഗ്രാമങ്ങളൊക്കെ കാണണമെന്ന് തോന്നി. ഫാമിലിയുമായിട്ട് ഗ്രാമങ്ങളിൽ പോയി. അപ്പോൾ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പം പല വർണ്ണങ്ങളുള്ള തത്തയാണ്. പക്ഷെ പരസ്പരം ഇങ്ങനെ സംസാരിക്കുന്നു, മനുഷ്യൻ്റെ സംസാര ഭാഷയിൽ. ഇതിൽ വളരെ സന്തോഷം തോന്നി. അപ്പോൾ അത് ചിന്തിക്കുകയാണ്, ഇതിൽ നിന്നൊരു തത്തയെ കിട്ടിയെങ്കിൽ. അപ്പോൾ ആ ഗ്രാമത്തിലുള്ള ഒരു കുട്ടിയെ കൊണ്ട് കുറച്ച് പണം കൊടുത്തിട്ട് അതിലൊരു തത്തയെ പിടിച്ച് ഈ തത്തയും കൊണ്ടുവന്ന് വീട്ടിൽ ഒരു കൂട്ടിലിട്ട് അദ്ദേഹം തത്തയോട് സംസാരിക്കും. അങ്ങനെ വീട്ടിൽ കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും ഈ ഗ്രാമത്തിൽ പോകണം എന്ന് ഈ പണക്കാരനായ ബിസിനസ്സുകാരൻ തോന്നി. അപ്പോൾ ഈ തത്തയോട് പറഞ്ഞ്, ഈ വളർന്ന ഗ്രാമത്തിൽ ഞാൻ പോകാൻ പോവാണ്. അപ്പോൾ ഈ തത്തയ്ക്ക് വലിയ സന്തോഷമായി. തത്ത പറഞ്ഞു, എൻ്റെ സ്നേഹാന്വേഷണങ്ങൾ അവരെല്ലാം അറിയിക്കണം. അപ്പോൾ വ്യാപാരി കുടുംബമായിട്ട് ആ സ്ഥലത്ത് ചെന്നു. അപ്പോൾ ഈ തത്തയെല്ലാം പറഞ്ഞിങ്ങനെ കളിക്കുകയാണ്. നിറയെ പൂത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളും കായകളും ഒക്കെ തിന്നതിന്. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ തത്തയുടെ തളവടായിട്ട് സംസാരിക്കാൻ തുടങ്ങി. നിൻ്റെ കൂട്ടുകാരിയില്ലേ ഞാൻ കൊണ്ടുപോയ ആ തത്ത നിന്നെ സ്നേഹാന്വേഷണം പറയാൻ പറഞ്ഞു. ആ തത്ത പറഞ്ഞ സന്ദേശം ഇതിനെ പറഞ്ഞ് കേൾപ്പിച്ചു. പെട്ടെന്ന് ഒരു തത്തയുടെ കണ്ണുനീര് വരാൻ തുടങ്ങി. കണ്ണുനീര് വരാൻ തുടങ്ങിയല്ല, മറിഞ്ഞങ്ങ് വീണു. പെട്ടെന്ന് മറിഞ്ഞ് വീണെന്ന് കണ്ടപ്പോൾ അയ്യോ ദുഃഖം സഹിക്കുകയാ, ഹൃദയം പൊട്ടി മരിച്ചതായിരിക്കും എന്ന് വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ വളർത്തുന്നത്തെ ചോദിച്ചെങ്ങനെയുണ്ട് അവിടെ പോയിട്ടെന്ന് ചോദിച്ചു. നീ തന്ന സന്ദേശം അതവരോട് കൈമാറി. എന്നിട്ടോ അതതിൽ ഒരു തത്ത കരയുന്ന കണ്ട് പിന്നെ മറിഞ്ഞു വീണ് അത് മരിച്ചു. പെട്ടെന്ന് കരഞ്ഞിട്ട് ഈ തത്തയും മറിഞ്ഞങ്ങ് കൂട്ടിനകത്തോട്ട് വീണു. ഓ, ഈ തത്തയും ആ അടുത്ത വല്ല ബന്ധുവാണ്. അപ്പോൾ സന്ദേശം കേട്ടപ്പോൾ അങ്ങനെ ഹൃദയം പൊട്ടി ഇത് മരിച്ചതാണെന്ന് വ്യാപാരി ചിന്തിച്ച് കൂട്ടുന്ന തത്തയെ പുറത്തോട്ടെടുത്ത് ഒരിടത്ത് കൊണ്ടുപോയി കിടത്തുകയാണ്. ആ കിടത്തിയ സമയം തന്നെ പെട്ടെന്ന് അങ്ങ് പറന്നൊരു വൃക്ഷത്തിൻ്റെ ശാഖയിൽ പോയി. അപ്പോൾ നീ എന്താ ഇങ്ങനെ എന്നെ വഞ്ചിക്കുകയായിരുന്നു, എന്നോട് ചതിച്ചാണ് നീ ചത്ത പോലെ കടന്നത്. നിങ്ങൾ എൻ്റെ സന്ദേശം കൊണ്ട് കൈമാറിയ സമയത്ത് വളർത്തത്തൊരു തത്ത കരയുകയും മറിഞ്ഞു വീഴുകയും ചെയ്തല്ലോ, മരിച്ച പോലെ. അപ്പം അത് എനിക്ക് വേണ്ടിയുള്ള സന്ദേശമായിരുന്നു. നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ആദ്യം മരിക്കണം എന്നുള്ള സന്ദേശമാണ് ആ തത്ത തന്നയച്ചത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യം ആ ഒരു ഭാവം കാണിച്ചത്. അപ്പം നീ കൂട്ടിൽ എല്ലാം സമയാസമയം പ്രശ്നങ്ങളും സന്തോഷിക്കും അതൊക്കെ പറഞ്ഞാലും നീ ഇപ്പോഴും ബന്ധനത്തിലാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം എത്ര തുറഞ്ഞാലും അക്കരെ എത്തിയില്ല. അതുകൊണ്ട് കൂട്ടിക്കിടന്ന് എന്തെല്ലാം എനിക്ക് തന്നാലും ലാളിച്ചാലും സ്നേഹം കിട്ടിയാലും ഞാൻ ഈ കുട്ടി തന്നെയാണ്. ആകാശമാണ് നന്ദി വിഹായസിൽ എനിക്ക് പറന്ന് കളിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ആദ്യം എന്നിലേ ഞാൻ മരിക്കണം. എന്നാലത് യഥാർത്ഥ മരണമല്ല, കാരണം അത് അഹങ്കാരത്തിൻ്റെ മരണമാണ്. ഞാനെന്ന് എൻ്റെ എന്നുള്ള ഭാവത്തിൻ്റെ മരണമാണ്. മറ്റെല്ലാം ഈശ്വരൻ്റെ സൃഷ്ടിയാണ്, അഹങ്കാരം മാത്രമാണ് നമ്മുടെ സൃഷ്ടി. അപ്പം അഹങ്കാരത്തെയാണ് കൊല്ലേണ്ടത്. അഹങ്കാരം മരിച്ചാൽ പിന്നെ ഞാനെന്നും എൻ്റെ എന്നുള്ള വിട്ട് ആത്മാവെന്ന വികാസത്തിൽ നമുക്ക് പറന്നുയരാൻ, ഇതിൽ നിന്നും ആനന്ദം നുകരാൻ സാധിക്കും. എല്ലാത്തിലും നല്ലത് കാണാനും സാധിക്കും.